സർ, കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നിന്ന് വൻ ആയുധശേഖരം പിടിച്ചു. അപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ട് പി സിയും ഷോണും പറയുന്നത് സത്യമാവുന്ന കാര്യങ്ങളല്ലേ? പി സി ജോർജ് എത്രയോ കാലമായി ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏകദേശം മീഡിയ ബ്ലാക്ക് ഔട്ട് ചെയ്ത പോലെയാണ്. അപ്പം അങ്ങേര് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ഒരു ഷോ ചെയ്ത് മോശമായില്ലെന്ന് അവർക്ക് തോന്നുന്നില്ല. അവരിപ്പോഴും ഇതിൻ്റെ ഡയമെൻഷൻ അക്സെപ്റ്റ് ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഇപ്പോൾ ക്വാറികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഈ സ്ഫോടക വസ്തു ശേഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മേടിക്കുന്ന പോലെ മേടിക്കാവുന്നൊരു സാധനമാണ് ഇത്. ഇത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൂട്ടിയിടുക, അങ്ങനെ അല്ലല്ലോ. ഉണക്കത്തേങ്ങ വാങ്ങുന്ന ലാഘവത്തോടുകൂടി ഇവർ ഈ ജലാറ്റിൻ സ്റ്റിക്ക് അത് ഇതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയില്ല, ഞാനിത് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അതിൻ്റെ വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് സംശയം തോന്നി. അതിൻ്റെ കൂടെ ഒരു തോക്കുണ്ട്. ഈ തോക്ക് കൊണ്ട് ക്വാറി പാറ പൊട്ടിക്കാം എന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. തോക്ക് കൊണ്ട് വെടിവെച്ചാണോ പാറ പൊട്ടിക്കുന്നത്? ഇതാരെ പൊട്ടനാക്കാനാണ് ഇവർ പറയുന്നത്? പലപ്പോഴും ക്യാമറയിൽ ആ തോക്ക് വരും, പിന്നെ കാണാതെയാകും, പിന്നെ വീണ്ടും വരും. മിനിമം ഒരു തോക്കെങ്കിലും അവിടെ ചാരി വെച്ചിട്ടുണ്ട്. കുഴൽ മുകളിലേക്കാക്കിയിട്ട് തോക്കിൻ്റെ പാത്തി താഴെയായിട്ട് ഒരു തോക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത് ആയുധശേഖരമാണ്, അല്ലാതെ ക്വാറി ആവശ്യത്തിന് കൊണ്ടുവന്ന സ്ഫോടക വസ്തു അല്ല. ഇനി ആണെങ്കിൽ തന്നെ അതിൻ്റെ ലൈസൻസ്, അത് സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലം, ഇതൊക്കെയുണ്ട്. വളരെ സ്ട്രിക്റ്റ് സൂപ്പർവിഷനിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് നമ്മുടെ നാട്ടിൽ തീപ്പെട്ടിക്ക് എക്സൈസ് ഉണ്ടായിരുന്നു. ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് തീപ്പെട്ടി ഒരു സ്ഫോടക വസ്തുവല്ലേ? കാരണം ഒന്ന് ഉരസിയാൽ തീ പിടിക്കുന്ന സാധനം. മറ്റേ സ്ഫോടക വസ്തു ഇതുപോലെ തന്നെയാണ്. തീപ്പെട്ടിയുടെ സ്ഫോടനത്തിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണെന്നേ ഉള്ളൂ. ഒരു തീ ഉണ്ടായി അതങ്ങ് കെട്ടുപോകുന്നു, അതാണ് തീപ്പെട്ടി. മറ്റത് ആ ജ്വാല കുറെ കൂടെ, അതിൻ്റെ തീപ്പെട്ടി കത്തുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ ശബ്ദം, മറ്റതിൻ്റെ ടോ എന്ന് പറഞ്ഞ ശബ്ദം. ഇതിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. ഇപ്പോൾ തീപ്പെട്ടിയും ഒരു സ്ഫോടക വസ്തുവായിട്ട് കണക്കാക്കിയിട്ട് തീപ്പെട്ടിക്കൊരു എക്സൈസ് സീലുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ബബിത? ഇല്ല. ഒരു തീപ്പെട്ടിയുടെ മുമ്പിൽ അടിയിലൂടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ഉണ്ടാകും. അതിൽ എക്സൈസിൻ്റെ സീലും ഉണ്ടാകും, വട്ടത്തിലിങ്ങനെ അടുത്തടുത്തായിട്ട്. നല്ല ഭംഗിയുള്ളൊരു സാധനം. അപ്പോൾ ആ വാല് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ തീപ്പെട്ടി തുറക്കാൻ ആദ്യം. ഇതായിരുന്നു. പിന്നീടത് എക്സൈസിൻ്റെ ഇതിൽ നിന്ന് എക്സ്പ്ലോസീവ്സിൻ്റെ പരിധിയിൽ നിന്നെടുത്ത് മാറ്റി ഇപ്പോൾ കിട്ടുന്ന തീപ്പെട്ടിക്ക് സീലൊന്നുമില്ല. അദ്ദേഹം അത്രയധികം സൂക്ഷിച്ചാണ് നമ്മളൊരു കാലത്ത് ഈ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തിരുന്നത്. തീപ്പെട്ടിയെപ്പോലും നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇതൊരു പൊട്ടൻഷ്യൽ സാധനമാണ്. ഒരു 1000 തീപ്പെട്ടി ഇങ്ങനെ ചൊരിഞ്ഞിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കെട്ടിടം സുഖമായിട്ട് തീ പിടിക്കും. 1000 തീപ്പെട്ടി വാങ്ങാൻ ഒരു ലൈസൻസും വേണ്ട, ഒന്നും വേണ്ട. ചുമ്മാ എറണാകുളത്ത് 10 കടയിൽ അങ്ങോട്ട് കൊണ്ടുവന്നത് 1000 തീപ്പെട്ടിയായി ഒരു സ്ഫോടനം റെഡിയാക്കാൻ പറ്റും. തീപ്പെട്ടികൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണല്ലേ തീ പിടിക്കുന്നത്. അതിൻ്റെ തീപ്പെട്ടിയുടെ കുറ്റി പിന്നീടേ കത്തുള്ളൂ, മരത്തിൻ്റെ. ബട്ട് അതിൻ്റെ മരുന്ന്, വെടിമരുന്ന്, അത് വെടിമരുന്ന് തന്നെയാണ്, ശക്തി കുറഞ്ഞ വെടിമരുന്നാണ്. അത് 1000 എണ്ണം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു സ്ഫോടനം ഉണ്ടാകും. ഇറ്റ് ഈസ് സോ ഈസി. അപ്പോഴാണ് ഇവർ ഈ പറഞ്ഞ ഉഗ്രശക്തിയുള്ള ജലാറ്റിൻ സ്റ്റിക്ക് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം, മറ്റേത് എന്തോ ആയിക്കൊള്ളാത്ത പേരുകളൊക്കെയാണ് അതിൻ്റെ, അതും തോക്കും കാണുന്നുണ്ട്. അപ്പം ഇത് കേരളം മൊത്തം, പി സി ജോർജ് പറഞ്ഞു, മൊത്തം കേരളം കത്തിച്ച് കളയാനും മാത്രമുള്ള സ്ഫോടക ശേഖരം ഈരാറ്റുപേട്ടയിൽ മാത്രം വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈരാറ്റുപേട്ടയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത? എന്താ ഈ സാധനം എറണാകുളത്തുണ്ടാകുന്നത്? ഒരു ചരക്ക് എന്നുള്ള രീതിക്ക് നമ്മൾ ഗുഡ്സ് കൈകാര്യം ചെയ്യുന്നത് ട്രെയിനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് എറണാകുളമാണ്, കോട്ടയമാകാം, ഇനി കട്ടപ്പനയാകാം, ഇടുക്കി ജില്ലയുടെ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കട്ടപ്പനയാകാം. ഈരാറ്റുപേട്ടയ്ക്ക് എന്താ ഇതിലെ കാര്യം? കട്ടപ്പനയിൽ 2 പേരെ പിടികൂടുന്നു. അവർ ഈരാറ്റുപേട്ടക്കാരാണ്. അവരെ പിടിച്ച് നിങ്ങളുടെ എങ്ങനെ ഈ സാധനം വന്നു എന്ന് ചോദിച്ചപ്പോഴാണ് സാറേ അത് ഈരാറ്റുപേട്ട എന്ന് വാങ്ങി, അവിടെയുണ്ട് സംഗതി. അങ്ങനെയാണ്
പോലീസ് ഈരാറ്റുപേട്ടയിൽ വരുന്നത്. അതുകൂടാതെ ഇടുക്കിക്കാരൻ ഒരാളും ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിയ ആൾക്കാർ മുഴുവൻ പോലീസ് ട്രേസ് ചെയ്ത് 6 പേരെ മറ്റുമുണ്ട്, അവരെ ട്രേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഇന്ന് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരേണ്ടത് ഈ സ്ഫോടശേഖരവും ഈ നടുക്കുന്ന വാർത്തയുമായിരുന്നു. ബട്ട് ആ വാർത്തയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. കാരണം ആ സ്ഥലം ഈരാറ്റുപേട്ടയായതുകൊണ്ട്. ആ സ്ഥലം എറണാകുളമോ കൊച്ചിയോ ആലപ്പുഴയോ ചേർത്തലോ ആയിരുന്നെങ്കിൽ സംഗതി ചിലപ്പോൾ മാറിയേനെ. അപ്പോൾ അത് ചില പ്രത്യേക അറേഞ്ച്മെൻറ്റ്സാണ് വാർത്തകളിൽ വരുന്നത്. ശരി, വാർത്താ പ്രാധാന്യം കൊടുത്തില്ല പോട്ടെ. പക്ഷേ നമ്മളെപ്പോലുള്ളവർ വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഈരാറ്റുപേട്ടയെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ. ഈരാറ്റുപേട്ടയുടെ ഡെമോഗ്രഫി ഈസ് വെരി ഡിഫിക്കൾട്ട്. അവിടെയുള്ള ഈ അരുവിത്തുറ പള്ളി, ക്രിസ്ത്യാനികളുടെ അരുവിത്തുറ പള്ളി, അരുവിത്തുറ എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല എന്ന് അവിടുത്തെ പഞ്ചായത്ത് മറ്റോ തീരുമാനിക്കുന്നു. ഈരാറ്റുപേട്ടയേ ഉള്ളൂ, അരുവിത്തുറയില്ല. അപ്പോൾ ഇവർ അരുവിത്തുറ അച്ഛൻ, അരുവിത്തുറ അപ്പച്ചൻ, ഈ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഗുരുവായൂർ എന്ന പേരില്ല, അതിൻ്റെ പേര് അഹമ്മദാബാദാക്കി മാറ്റി. അപ്പോൾ പിന്നെ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു ഏടാകൂടം ഉണ്ടാക്കി വെച്ചിരുന്നു. ഇപ്പോഴത് ഉണ്ടെന്ന് തോന്നുന്നു. അവർ അരുവിത്തുറ എന്നുള്ള പേര് അംഗീകരിക്കുന്നില്ല, ഈരാറ്റുപേട്ട മതി. ഇങ്ങനെയൊക്കെ വിചിത്രമായ സ്വഭാവങ്ങളുള്ള ആളുകൾ താമസിക്കുന്നൊരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കുറെ കൂടെ ഗൗരവമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഈരാറ്റുപേട്ടയിൽ നേരത്തെ സിമി പോലുള്ള സംഘടനകൾ, ഈരാറ്റുപേട്ട അല്ലെങ്കിൽ കട്ടപ്പന, തൊട്ടടുത്തുള്ള വാഗമൺ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന സിമിയുടെ പ്രവർത്തനം നേരത്തെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടല്ലേ? ഞാനൊരു ഈരാറ്റുപേട്ടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ പോയിട്ടില്ല ഈരാറ്റുപേട്ടയിൽ, അയാൾ എന്നോട് പറഞ്ഞത്, മോഹൻദാസ് സകല തീവ്രവാദികളും ഈരാറ്റുപേട്ടയിലുണ്ട്. ISIS ഉണ്ട്, ബോക്കോ ഹറാമുണ്ട്, ലഷ്കർ എ തൈബയുണ്ട്, ഇന്ത്യൻ മുജാഹിദീനുണ്ട്, എല്ലാ സാധനവും അവിടെയുണ്ട്. എല്ലാത്തിനും ഒരാളല്ല 2 പേരെങ്കിലും അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണത്, അങ്ങനെ അവരുടെ കേന്ദ്രമാണത്. അപ്പോൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, അതും ഈ സ്ഫോടക വസ്തു സംബന്ധമായിട്ടൊക്കെ നടക്കുന്നത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് PC ജോർജ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, പട്ടാളത്തെ കേന്ദ്രസേനയെ അയക്കണം. ദാറ്റ് ക്യാൻ ബി ഡൺ. അതിന് പ്രൊവിഷനുണ്ട്. ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് പറയും, AFSPA. ഇതനുസരിച്ച് നമുക്കൊരു പ്രത്യേക സ്ഥലം മാത്രം, ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മാത്രം കേന്ദ്രസേനയെ ഏൽപ്പിക്കാം. കേന്ദ്രസേന എന്ന് പറഞ്ഞാൽ പട്ടാളം എന്നർത്ഥമില്ല, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആകാം, CRPF ആരും ആകാം. അവരായിരിക്കും പിന്നെ അവിടെ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത്. ലോക്കൽ പോലീസ് ഉണ്ടാവും, ലോക്കൽ പോലീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇവർ ചെയ്യും. പക്ഷേ ഇവർക്ക് ചില സ്പെഷ്യൽ അധികാരങ്ങളുണ്ട്, ഡിറ്റൻഷൻ അധികാരങ്ങളുണ്ട്. കുഴപ്പക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 4 ദിവസം പിടിച്ച് ലോക്കപ്പിൽ വയ്ക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ അധികാരം കൊടുക്കുന്ന ഒരു ആക്റ്റാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. അപ്പോൾ ആംഡ് ഫോഴ്സസ് വിത്ത് സ്പെഷ്യൽ പവേഴ്സ്, ആ ഏരിയ അഡ്മിനിസ്ട്രേഷൻ അവരായിരിക്കും. ജില്ലാ കളക്ടർ നമ്മുടെ സംവിധാനത്തിന് ഒരു ട്രബിളും ഉണ്ടാവില്ല. ലോ ആൻഡ് ഓർഡർ മാത്രം കേരള പോലീസ് ഹാവ് ടു കണ്ടക്ട് ഇൻ കോർഡിനേഷൻ വിത്ത് ദിസ് ആംഡ് ഫോഴ്സ്. അവരെ അറിയിച്ചും വിളിച്ചു നോക്കുക. അവർ അവരുടേതായ ചില ഇതുണ്ട്. ഈ ഫ്ലാഗ് മാർച്ച് എന്നൊക്കെ പറയും. ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം കൊടുക്കത്തക്ക രീതിയിൽ പട്ടാളക്കാർ ചുമ്മാ നമ്മുടെ റോഡിൽ കൂടെ മാർച്ച് ചെയ്ത് പോകും. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. അവർ ഫ്ലാഗ് മാർച്ച് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈരാറ്റുപേട്ടയ്ക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമല്ലേ? അതെ, PC-യും ഷോണും പറയുന്ന സത്യമായ വാക്കുകളാണ്. തീർച്ചയായിട്ടും ഈ വകുപ്പും ചട്ടവും അറിയാവുന്നതുകൊണ്ടാണ് PC അത് പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല. യു ക്യാൻ ഡൂ ദാറ്റ്. അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൻ്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ AFSPAയുടെ കീഴിലായിരുന്നു രാജീവ് ഗാന്ധി ഭരിക്കുമ്പോൾ. ഈ മണിപ്പൂർ AFSPAയുടെ കീഴിലായിരുന്നു. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാണ് അത് മാറ്റി. എത്രയോ വർഷം നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം
വാസ്തവത്തിൽ നാഗാലാൻഡിന് വേണ്ടിയിട്ടാണ് ഈ ആക്ട് ഉണ്ടാക്കിയത് തന്നെ. 1956 ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ ആക്റ്റാണത്. കാരണം അവിടെ ഇപ്പം ഈ മണിപ്പൂരിൽ നിന്ന് ഇപ്പോൾ എത്ര വർഷമായി അവിടെ അടി നടക്കുന്നത്, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അപ്പോൾ അതുപോലെ ഒരു ഡിസ്റ്റർബൻസ് ഈരാറ്റുപേട്ടയിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ കയറി ആക്ട് ചെയ്യണം. അല്ലാതെ മണിപ്പൂരാകാനായിട്ട് കാത്തിരിക്കരുത്. പിന്നെ നിരന്തരം സ്ഫോടനവും തോക്കും ബഹളവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് അറുത്തുകളയണം. അതുകൊണ്ടാണ് PC ജോർജ് അഭിപ്രായം പറഞ്ഞത്. ഞാനതിനോട് യോജിക്കുന്ന ആളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.